ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷും ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മാത്സ് അഥവാ കൂട്ടുകാരുടെ ഗണിതം എന്ന സബ്ജക്റ്റിലെ മറ്റൊരു പുതിയ യൂണിറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മിസ്സിന് മറ്റൊരു കാര്യം കൂട്ടുകാരുടെ അടുത്ത് പറയാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് നമ്മുടെ എക്സാം സ്പെഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സാമിൻ്റെ ക്ലാസ്സുകളൊക്കെ പതിയെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അതിനായിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന 8589823710 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ സിലബസിലെ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ എല്ലാ കാര്യങ്ങളും എക്സാമിന് വേണ്ടിയിട്ടുള്ളത് പഠിക്കൂ കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം അല്ലേ. മാത്സിൽ നമ്മുടെ 9th യൂണിറ്റാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. 9ാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താണ് മക്കളെ? നോക്കിക്കേ, മലയാളം മീഡിയം കൂട്ടുകാർക്ക് നിങ്ങളുടെ പാഠത്തിൻ്റെ പേര് വരുന്നത് കലണ്ടർ കളികൾ എന്നതാണ് കേട്ടോ. എന്താണ്? കലണ്ടർ കളികൾ എന്നതാണ്. ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് വരുമ്പോൾ മക്കളെ നമ്മുടെ പാഠത്തിൻ്റെ പേര് നോക്കിക്കേ, കലണ്ടർ ഗെയിംസ് എന്നതാണ് കേട്ടോ. എന്താണ്? കലണ്ടർ ഗെയിംസ് എന്നതാണ്. അപ്പോൾ കൂട്ടുകാർക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് കയറുന്ന സമയത്ത് തന്നെ അവിടെ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒക്കെ ഒരു പിക്ചറാണ് കാണുന്നത് അല്ലേ. അവിടെ എഴുതി മക്കൾ ആ ഒരു ബാനറിൽ നോക്കിക്കുക, എന്താണ്? വന്ദേ ഭാരത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അവിടെ ട്രെയിനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ, ലഗേജും മറ്റുമൊക്കെ ആയിട്ട്. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അതിന് മുന്നേ ആയിട്ട് മിസ്സ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് ഒരു സൂത്രവുമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്താണെന്ന് കൂട്ടുകാർക്ക് കാണണ്ടേ? നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് മിസ്സിൻ്റെ കയ്യിലുള്ളത്. എന്താ നോക്കാം, നോക്കിക്കേ മക്കളെ. ഇതാ ഈ കാണുന്നതാണ് മിസ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനം കേട്ടോ. എന്തായിരുന്നു മക്കളെ ഇതിൻ്റെ പേര്? കൂട്ടുകാർക്കറിയോ? നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ളതാണ് അല്ലേ. എന്തിനാണ് നമ്മൾ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത്? യെസ്, സമയം നോക്കാനായിട്ടാണല്ലേ. സമയം എത്രയാണെന്ന് അറിയാനായിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. എന്താണ് മക്കളെ പേര്? ക്ലോക്ക് ആണല്ലേ. എല്ലാ കൂട്ടുകാരുടെയും വീട്ടിൽ ക്ലോക്ക് ഉണ്ടല്ലോ മക്കളെ. ഓക്കെ, അപ്പം ക്ലോക്ക് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണല്ലേ. നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര കൂട്ടുകാർക്ക് ഈ ക്ലോക്കിൽ നോക്കിയിട്ട് സമയം പറയാനായിട്ട് അറിയാം? ഇതുപോലുള്ള ക്ലോക്ക് വേണം കേട്ടോ. ഇപ്പോൾ അധിക വീടുകളിൽ ചിലപ്പോൾ സ്മാർട്ട് ആയിട്ടുള്ള ക്ലോക്ക് ആയിരിക്കില്ല, അതായത് ഡിജിറ്റൽ ക്ലോക്ക് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ വാച്ചും സ്മാർട്ട് വാച്ച് ആയിരിക്കും അല്ലേ. അതിലൊക്കെ നോക്കി സമയം പറയാനായിട്ട് എല്ലാ കൂട്ടുകാർക്കും അറിയും. പക്ഷേ ഇതുപോലെയുള്ള ഒരു ക്ലോക്ക്, ഇങ്ങനെ സൂചിയുള്ള ക്ലോക്ക് നോക്കിയിട്ട് സമയം പറയാൻ എത്ര കൂട്ടുകാർക്ക് അറിയാം? ചില കൂട്ടുകാർക്കൊക്കെ അറിയണ്ടായിരിക്കും അല്ലേ. ഓക്കെ, ഇനി ഇത് നോക്കി സമയം പറയാനായിട്ട് നമ്മളെല്ലാവരും പഠിക്കാനായിട്ട് പോവാണ്. മക്കൾ റെഡിയാണല്ലോ? ഓക്കെ, അപ്പം ഇത് ക്ലോക്കാണെന്നറിയാലോ. ക്ലോക്കിൽ കുറേ നമ്പേഴ്സും കൂട്ടുകാർ കണ്ടിട്ടുണ്ടല്ലോ. എത്ര മുതൽ എത്ര വരെയാണ് മക്കളെ ക്ലോക്കിൽ നമ്പേഴ്സ് ഉള്ളത്? നോക്കിക്കേ, ഏതൊക്കെ നമ്പേഴ്സാണുള്ളത്? 1 2 3 4 5 6 7 8 9 10 11 12. എത്ര വരെയാണ്? 1 to 12 വരെയാണ് നമ്മുടെ ക്ലോക്കിലുള്ള നമ്പേഴ്സ് അല്ലേ. 1 മുതൽ 12 വരെയുള്ള നമ്പേഴ്സാണ് ഇവിടെയുള്ളത്, ക്ലോക്കിലുള്ളത്. ഓക്കെ, ഇനി ക്ലോക്കിലോട്ട് നോക്കിക്കേ. മറ്റ് 2 ആളുകളെ കൂടെ നിങ്ങൾക്ക് കാണാം. എന്താണ്? 2 സൂചിയുണ്ട് അല്ലേ. ഒരു ബ്ലൂ കളറും ഒരു ബ്ലാക്ക് കളറും ഉണ്ട്. നോക്കിക്കേ മക്കളെ, 2 ആളും ഒരേ വലുപ്പമാണോ മക്കളെ ഉള്ളത്? അല്ല, ഒരാൾ കുറച്ച് ചെറുതാണ്, അടുത്ത ആളോ അവനേക്കാൾ കുറച്ചുകൂടി വലിയ ആളാണ് അല്ലേ. ഓക്കെ, അപ്പം ഇവർക്ക് 2 പേർക്ക് നമുക്കൊരു പേര് കൊടുക്കേണ്ടേ? ഇവർക്ക് 2 പേർക്കും ഓരോരോ പേരുകളുണ്ട്. എന്താണെന്ന് കൂട്ടുകാർക്കറിയോ? ഈ നീല നിറത്തിലുള്ള ആളുടെ പേരാണ് അവർ ഹാൻഡ്. എന്താണ് മക്കളെ? അവർ ഹാൻഡ് അഥവാ മണിക്കൂർ സൂചി. ഇംഗ്ലീഷിൽ നമ്മൾ ഹവർ ഹാൻഡ് എന്ന് പറയും, മലയാളത്തിൽ നമ്മൾ മണിക്കൂർ സൂചി എന്ന് പറയും. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും മക്കൾ എന്ത് ചെയ്യണം? അതിൻ്റെ പേര് അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ അടുത്ത ആളുടെ പേര് അറിയണ്ടേ മക്കളെ? മിനിറ്റ് ഹാൻഡ്. എന്താണ്? മിനിറ്റ് ഹാൻഡ് ആണ് കേട്ടോ. അതായത് മിനിറ്റ് സൂചിയാണ് അടുത്ത ആളുടെ പേര്. അപ്പം മണിക്കൂർ സൂചിയുണ്ട്, ചെറിയ ആളാണ് ആര്? മണിക്കൂർ സൂചി. വലിയ ആളാണ് ആര്? മിനിറ്റ് സൂചി. ഹവർ ഹാൻഡ്, മിനിറ്റ് ഹാൻഡ്. ഓക്കെ മക്കളെ,
ഇനി മറ്റൊരാൾ കൂടിയുണ്ട് ക്ലോക്കിൽ. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ക്ലോക്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ, വേറൊരാൾ കൂടിയുണ്ട്. അധികം കട്ടിയൊന്നുമില്ലാതെ കനം കുറഞ്ഞിട്ടുള്ള ഒരാൾ, കുറച്ച് നീളം കൂടിയിട്ടുള്ള ഒരാൾ. ആ സൂചിക്ക് എന്താണ് പറയാമെന്ന് കൂട്ടുകാർക്കറിയോ? സെക്കൻഡ് ഹാൻഡ് എന്ന് പറയും. സെക്കൻഡ് സൂചി. എന്താണ് മക്കളെ? സെക്കൻഡ് സൂചി. ഇപ്പം നമുക്ക് അവനെ പഠിക്കേണ്ട, അവനെ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പഠിക്കാം. ഓക്കെ, ഇപ്പം രണ്ടാൾ മക്കൾ അറിഞ്ഞിരിക്കുക. ഇതാരാണ്? നമ്മുടെ മണിക്കൂർ സൂചിയാണ്. ഇത് നമ്മുടെ മിനിറ്റ് സൂചിയാണ് അല്ലേ? അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പം നമ്മൾ ക്ലോക്കിൽ 1 മുതൽ 12 വരെയുള്ള നമ്പേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിലിപ്പോൾ നമ്മൾ 2 സൂചിയെയും പരിചയപ്പെട്ടു. ഒന്ന് മണിക്കൂർ സൂചിയാണ്, ഒന്ന് മിനിറ്റ് സൂചിയാണ്. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഇനി കൂട്ടുകാർ നമ്മുടെ ഈ ഒരു മിനിറ്റ് സൂചിയെ മാത്രം നോക്കുക കേട്ടോ. ഇയാളെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്, പറയാൻ പോകുന്നത്. മിനിറ്റ് സൂചി ഇപ്പം ആരുടെ നേരെയാണുള്ളത് മക്കളെ? 12 നേരെയാണുള്ളത് അല്ലേ? ഇത് 0 എന്ന് മക്കൾ സങ്കല്പിക്കുക. 12 നേരെ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? 0 നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ 12 നേരെ നിൽക്കുക എന്ന് പറഞ്ഞാൽ 0 നമ്മുടെ മിനിറ്റ് ഹാൻഡ് അല്ലേ, മിനിറ്റ് സൂചി നിൽക്കുന്നത്. അവിടെ നിന്ന് എന്ത് ചെയ്യാണ്? അതായത് ഈ ഒരു ലൈനിൽ നിന്ന് അവൻ എന്ത് ചെയ്യാണ്? തൊട്ടടുത്ത് ഈ ഒരു ചെറിയ ലൈനിലേക്ക് മൂവ് ചെയ്യണം. അതായത് ഈ മിനിറ്റ് സൂചി 12 നേരെയുള്ള മിനിറ്റ് സൂചി ഒരു അനക്കം മാറിയിട്ട് എന്ത് ചെയ്യാണ്? അടുത്ത ഒരു വരയുടെ നേരെ നിൽക്കുകയാണ്. അടുത്തൊരു വരയുടെ നേരെ നിൽക്കുകയാണ്. അപ്പം നമ്മൾ പറയും 1 മിനിറ്റ്. എന്താണ് പറയാ? 1 മിനിറ്റ്. എത്ര മിനിറ്റാ മക്കളെ? 1 മിനിറ്റ്. ഇനി ആ ഒന്നാമത്തെ വരയിൽ നിന്ന് മാറി അടുത്ത വരയിലാവുന്ന സമയത്ത് നമ്മൾ എന്ത് പറയും? 2 മിനിറ്റ് അല്ലേ? ആദ്യത്തെ വരയിൽ വരുമ്പോൾ 1 മിനിറ്റ്, രണ്ടാമത്തെ വരയിൽ മിനിറ്റ് സൂചി എത്തുമ്പോൾ 2 മിനിറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ വരയിൽ നേരെ നമ്മുടെ മിനിറ്റ് സൂചി വരുമ്പോൾ എത്ര മിനിറ്റായി മക്കളെ? പറഞ്ഞേ. യെസ്, 3 മിനിറ്റ്. നാലാമത്തെ സൂചിയുടെ നേരെ വരികയാണെങ്കിലോ 4 മിനിറ്റ്. ഇനി അഞ്ചാമത്തെ വര മക്കൾ നോക്കിക്കേ, കുറച്ചൊരു വലിയ വരയാണ് അല്ലേ? ഒന്നാമത്തെയും പിന്നെ ഏതിനാണ് വലുത് വന്നിട്ടുള്ളത്? അഞ്ചാമത്തെ വരയ്ക്കാണ് എന്ത് വന്നിട്ടുള്ളത്? വലുത് വന്നിട്ടുള്ളത്. അപ്പോൾ 5 അതായത് 1 നേരെ സൂചി എത്തുന്ന സമയത്ത് എത്ര മിനിറ്റ് ആവും മക്കളെ? 5 മിനിറ്റ്. ഓക്കെ, ഇനി അടുത്ത ചെറിയ ലൈനിലേക്ക് എത്തുമ്പോൾ മിനിറ്റ് സൂചി അടുത്ത ചെറിയ ലൈനിലെത്തുമ്പോൾ 6 മിനിറ്റ്. അത് കഴിഞ്ഞാൽ 7 മിനിറ്റ്, 8 മിനിറ്റ്, 9 മിനിറ്റ്. 2 എത്ര മിനിറ്റ് ആവും മക്കളെ? 10 മിനിറ്റ്. എത്ര മിനിറ്റ് ആവും? 10 മിനിറ്റ്. ഇനി 2 കഴിഞ്ഞ് അടുത്തതിലെത്തുമ്പോൾ എത്രയാവും മക്കളെ? 11, 12, 13, 14. 3 നേരെ എത്തുമ്പോൾ എത്രയാവും മക്കളെ? എത്രയാവും? യെസ്, 15. എത്രയാവും? 15. 15. ഇനി ഏത് വരും? 16, 17, 18, 19, 20. 4 നേരെ എത്തുമ്പോൾ ഇത് വരും? 20 വരും. അങ്ങനെ പോയി 5 നേരെ എത്തുന്ന സമയത്ത് 25 ആവും. മക്കൾ കൗണ്ട് ചെയ്ത് നോക്കുക ആവുന്നുണ്ടോ എന്ന്. 6 നേരെ എത്തുമ്പോൾ മിനിറ്റ് സൂചി 6 നേരെയാണെങ്കിൽ 30 മിനിറ്റായി. 7 നേരെയാണെങ്കിൽ 35 മിനിറ്റായി. 8 നേരെയാണെങ്കിൽ 40 മിനിറ്റായി. 9 നേരെയാണെങ്കിൽ 45 മിനിറ്റായി. 10 നേരെയാണെങ്കിൽ 50 മിനിറ്റായി. 11 നേരെയാണെങ്കിൽ 55 മിനിറ്റായി. 12 നേരെയാണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? 60 മിനിറ്റ്. അതായത് മക്കൾ ഇപ്പോൾ 0 എന്ന് സങ്കല്പിക്കുക. അത് നമ്മൾ വഴിയെ പഠിക്കും എന്താണ് ആ കാര്യം എന്നുള്ളത്. അവിടെ ഒന്നുമില്ല. എന്താണ് 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറാണ്. ആ ഒരു റിലേഷൻ മക്കൾ കുറച്ച് കഴിഞ്ഞാൽ പഠിക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ 12 0 എന്നുള്ളത് ആദ്യം സങ്കല്പിക്കുക. 0 നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. തൊട്ടടുത്ത വരയിലേക്ക് എത്തുമ്പോൾ എത്രയായി മക്കളെ? 1 മിനിറ്റായി. ആരുടെ കാര്യമാണ് പറയുന്നത്? നമ്മുടെ മിനിറ്റ് സൂചി നീങ്ങുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. മിനിറ്റ് സൂചി 12 നിന്ന് തുടങ്ങി തൊട്ടടുത്ത വരയിലേക്ക് പോകുമ്പോൾ 1 മിനിറ്റ്, അടുത്ത വരയിൽ പോകുമ്പോൾ 2 മിനിറ്റ്, അങ്ങനെ പോയി മിനിറ്റ് സൂചി 1 നേരെ വരുമ്പോൾ 5 മിനിറ്റ്, 2 നേരെ വരുമ്പോൾ 10 മിനിറ്റ്, 3 നേരെ വരുമ്പോൾ 15 മിനിറ്റ്, 4 നേരെ വരുമ്പം 20 മിനിറ്റ്, 5 നേരെ വരുമ്പം 25 മിനിറ്റ്, 6 നേരെ വരുന്ന സമയത്ത് 30 മിനിറ്റ്, 7 നേരെ വരുമ്പോൾ 35 മിനിറ്റ്, 8 നേരെ വരുമ്പോൾ 40 മിനിറ്റ്, 9 നേരെ വരുമ്പോൾ 45 മിനിറ്റ്, 10 നേരെ വരുമ്പോൾ 50 മിനിറ്റ്, 11 നേരെ വരുമ്പോൾ 55 മിനിറ്റ്, 12 0. ഓക്കെ, ക്ലിയർ ആണല്ലോ മക്കളെ? ആ ഒരു കാര്യം ഓക്കെ ആണല്ലോ? അത് അറിഞ്ഞാൽ തന്നെ നമ്മൾ സമയം നോക്കുന്നതിൽ ഒരു പകുതി ഭാഗം കഴിഞ്ഞു. ഓക്കെ, സമയം നോക്കുന്നതിൽ നമ്മൾ ഒരു പകുതി ഭാഗം നമ്മൾ പിന്നിട്ടു.
ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? വളരെ കുറച്ച് കാര്യങ്ങൾ കൂടി മാത്രം നോക്കിയാൽ മതി. ഓക്കെ മക്കളെ, നമുക്ക് നോക്കാം. ഇനി നമ്മുടെ അടുത്ത ആളുടെ അടുത്തേക്ക് പോവാണ്. ആരാണ്? യെസ്, നമ്മുടെ മണിക്കൂർ സൂചിയിലെ അവർ ഹാൻഡിൻ്റെ അടുത്തേക്ക് പോവാണ്. അവർ ഹാൻഡ് 12 നിന്ന് 1 എത്താൻ എത്ര സമയം എടുക്കും അറിയോ മക്കളെ? എത്ര സമയം കൊണ്ടാണ് നമ്മുടെ 12 നേരെയുള്ള അവർ ഹാൻഡ് 1 നീങ്ങിയിട്ട് 1 നേരെ, അതായത് അടുത്ത സംഖ്യയുടെ നേരെ എത്തണമെങ്കിൽ എത്ര സമയം എടുക്കുന്നറിയോ? നമ്മുടെ ഈ മിനിറ്റ് സൂചി ഇല്ലേ മക്കളെ, മിനിറ്റ് സൂചി 0യിൽ, അതായത് ഈ 12 നിന്ന് തുടങ്ങി ഇങ്ങനെ 1 വന്നു, 2 വന്നു, 3 വന്നു, അങ്ങനെ വന്ന് കറങ്ങി ഇങ്ങനെ കറങ്ങി വീണ്ടും 12 എത്തുകയാണ്. അതായത് അത് സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിൽ നിന്ന് വീണ്ടും തിരിച്ച് കറങ്ങി അടുത്ത പൊസിഷനിൽ എത്തുമ്പോഴേ നമ്മുടെ ഈ ഒരു മണിക്കൂർ സൂചി ഇപ്പോൾ 2 നേരെയാണുള്ളതെങ്കിൽ അത് അടുത്ത 3 നേരെ പോവുള്ളൂ. പറഞ്ഞത് മനസ്സിലായോ മക്കളെ? നമ്മുടെ മിനിറ്റ് സൂചി ക്ലോക്കിൽ മുഴുവനും ചുറ്റി വന്നാലേ നമ്മുടെ മണിക്കൂർ സൂചി എന്താവുള്ളൂ. ഇപ്പോൾ 2 നേരെയല്ലേ നിൽക്കുന്നത്, ആ 2 നേരെ നിൽക്കുന്ന സൂചി ഒന്ന് മാറിയിട്ട് നമ്മുടെ 3 നേരെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? മിനിറ്റ് സൂചി ക്ലോക്ക് മുഴുവനും റൗണ്ട് ചെയ്ത് വരണം. അതായത് നമ്മുടെ മണിക്കൂർ സൂചി പതുക്കെ സഞ്ചരിക്കുള്ളൂ. ഈ മിനിറ്റ് സൂചി ഒരു പ്രാവശ്യം കറങ്ങി വീണ്ടും അവൻ്റെ സ്ഥലത്ത് തിരിച്ചെത്തിയാലേ നമ്മുടെ മണിക്കൂർ സൂചി എന്ത് ചെയ്യുള്ളൂ? ഇവിടെ 2 നേരയിൽ നിന്ന് മാറി 3 നേരേക്ക് വരൂ. ക്ലിയർ ആയിട്ടുണ്ടോ മക്കളെ? ഓക്കെ. ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും കൂടി പറയൂ കേട്ടോ. നമ്മൾ ടൈമൊക്കെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് സമയം നോക്കാനായിട്ട് പഠിക്കാം. ഇപ്പം നോക്കിക്കേ മക്കളെ, നമ്മുടെ ക്ലോക്കിൽ ഏതൊക്കെ സൂചിയുണ്ട്? മണിക്കൂർ സൂചിയുണ്ട്, മിനിറ്റ് സൂചിയുണ്ട്. ഇവിടെ മണിക്കൂർ സൂചി എവിടെയാണെന്ന് നോക്കിക്കേ മക്കളെ. മണിക്കൂർ സൂചി 2 നേരെയാണുള്ളത്. മണിക്കൂർ സൂചി 2 നേരെയും മിനിറ്റ് സൂചി 12 നേരെയുമാണുള്ളത് അല്ലേ? മണിക്കൂർ സൂചി 2 നേരെയും മിനിറ്റ് സൂചി 12 നേരെയുമാണുള്ളത്. അപ്പോൾ എത്രയാണ് മക്കളെ സമയം? 12 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയാം? 0 ആണെന്ന് മിസ് ഓർത്ത് വയ്ക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ എത്രയാണ് മക്കളെ സമയം വരുന്നത്? യെസ്, 2 മണിയാണ്. ക്ലോക്കിലുള്ള സമയം എത്രയാണ് മക്കളെ? 2 മണിയാണ്. ഇനി നമ്മുടെ മിനിറ്റ് സൂചി എന്ത് ചെയ്യാണ്? നമ്മുടെ മണിക്കൂർ സൂചി 2ൽ നിന്ന് മാറി 3ലേക്ക് വന്നു. 3 നേരെയാണ് നിൽക്കുന്നത് അസ്യൂം ചെയ്യുക കേട്ടോ. നമ്മുടെ മിനിറ്റ് സൂചി എന്ത് ചെയ്തു? ഈ ബ്ലാക്ക് സൂചി എന്ത് ചെയ്തു? കറങ്ങി വീണ്ടും 12ൽ എത്തുന്ന സമയത്താണ് ആര് പോവുക? നമ്മുടെ 2ലുള്ള മണിക്കൂർ സൂചി അടുത്ത സംഖ്യയിലേക്ക് വരൂ. അങ്ങനെ എന്ത് ചെയ്തു? മിനിറ്റ് സൂചി ഒരു പ്രാവശ്യം കറങ്ങി വന്നപ്പോൾ നമ്മുടെ സൂചി എന്ത് ചെയ്തു? 2ൽ നിന്ന് മാറി 3ലേക്കായിട്ട് മാറി. ഇപ്പം എത്രയാണ് മക്കളെ സമയം? എത്രയാണ്? മണിക്കൂർ സൂചി 3ൻ്റെ മുകളിലാണ്, നമ്മുടെ മിനിറ്റ് സൂചി 12ൻ്റെ മുകളിലാണ്, അതായത് 00. അപ്പോൾ എത്രയാണ്? 3 മണി. ഇനി ഇത് മാറി 4 നേരെയാണെങ്കിൽ എത്രയായി മക്കളെ? പറഞ്ഞേ, 4 മണി. അപ്പോൾ ഒക്കെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ മിനിറ്റ് സൂചി മാറുന്നില്ലേ? മിനിറ്റ് സൂചി എവിടെയാണ്? മാറുന്നുണ്ട്. കറങ്ങി വീണ്ടും എവിടെ എത്താണ്? ഫസ്റ്റ് പൊസിഷനിൽ തന്നെ എത്തുകയാണ്. അടുത്ത സംഖ്യ മാറുന്ന സമയത്ത് വീണ്ടും അവൻ കറങ്ങിയിട്ട് ഫസ്റ്റ് പൊസിഷനിൽ എത്തുകയാണ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ മണിക്കൂർ സൂചി ഇനിയിപ്പോൾ 4 നേരെയും മിനിറ്റ് സൂചി 12 നേരെയാണെങ്കിൽ സമയം എത്രയാണ് മക്കളെ? 4 മണി. ഇനി നമ്മുടെ മണിക്കൂർ സൂചി 5 നേരെയും മിനിറ്റ് സൂചി 12 നേരെയാണെങ്കിൽ എത്രയാണ്? 5 മണി. മണിക്കൂർ സൂചി അവർ ഹാൻഡ് 6 നേരെയും മിനിറ്റ് ഹാൻഡ് 12 നേരെയും ആണെങ്കിൽ എത്രയാണ്? 6 o'clock അല്ലേ? 6 മണി. ഇനി നമ്മുടെ അവർ ഹാൻഡ് 9 നേരെയും മിനിറ്റ് ഹാൻഡ് നമ്മുടെ 12 നേരെയും ആണെങ്കിൽ എത്രയായി മക്കളെ? 9 മണി. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ 1 മണി പഠിച്ചു, 2 മണി, 3 മണി, 4 മണി, അങ്ങനെ പോയി 10 മണി, 11 മണി, 12 മണി വരെ ആവുന്ന സമയത്ത് എങ്ങനെയായിരിക്കും ക്ലോക്ക് ഉണ്ടായിരിക്കുക മക്കളെ? ക്ലോക്കിലെ സൂചി എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക? മിനിറ്റ് സൂചി എവിടെ തന്നെയായിരിക്കും? 12ൽ തന്നെയായിരിക്കും. നമ്മുടെ മണിക്കൂർ സൂചിയും എവിടെ തന്നെയായിരിക്കും മക്കളെ? 12ൽ തന്നെയായിരിക്കും. 2 സൂചിയും ഇങ്ങനെ ഒന്നിന് മേലെ ഒന്നായിട്ട് വരുമ്പോഴാണ് എത്രയാവുക സമയം? 12 o'clock, 12 മണിയാവുക. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ
നമുക്കിവിടെ ഒരു ക്ലോക്ക് ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ക്ലോക്കിൽ വരയ്ക്കാം. നമ്മൾ ക്ലോക്കിൽ സമയം 4 മണിയാണ് വരയ്ക്കാൻ പോകുന്നത് കേട്ടോ. 4 മണി എത്രയാണ്, 4 മണിയാണ് നമുക്ക് വരയ്ക്കേണ്ടത്. 4 ആണ് അല്ലേ. 4 നമുക്ക് എന്ത് ചെയ്യണം, ക്ലോക്കിൽ ഡ്രോ ചെയ്യണം. മക്കൾ റെഡിയാണോ? 4 മണിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം, 4 മണി എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി എവിടെയാണ്, അവർ ഹാൻഡ് എവിടെയാണ്, ഓഫ് കോഴ്സ് എവിടെയാണ്, യെസ് 4ന് നേരെയാണ് എന്തുള്ളത്, നമ്മുടെ മണിക്കൂർ സൂചി ഉള്ളത് അല്ലേ. മണിക്കൂർ സൂചി എന്ന് പറഞ്ഞാൽ കൂട്ടത്തിൽ വലിയവനാണോ ചെറിയവനാണോ? വലുപ്പം കൊണ്ട് ചെറിയവനാണ് ആര്, മണിക്കൂർ സൂചി അല്ലേ. അപ്പം 4ന് നേരെ വരച്ചു. 4 മണി എന്നല്ലേ പറഞ്ഞത്. കറക്റ്റ് 4 മണിയാണെങ്കിൽ നമ്മുടെ മിനിറ്റ് സൂചി എവിടേക്ക് വേണം, യെസ് നമ്മുടെ 12ന് നേരെ വേണം വരാനായിട്ട്. ഓക്കെ, ഇതെത്രയാണ് മക്കളെ, 4 മണി. ഇനി 5 മണി ആവണമെങ്കിൽ എന്താവും മക്കളെ, 5 മണിയാവുന്ന സമയത്ത് എങ്ങനെയാണ്, അവർ ഹാൻഡ് 5 മണിയല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അവർ ഹാൻഡ് മണിക്കൂർ സൂചി 5ന് നേരെയും മിനിറ്റ് സൂചി 12ന് നേരെയും 5 മണി. ഇനി 8 മണിയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഈ മണിക്കൂർ സൂചി എന്ത് ചെയ്യുക, 8ന് നേരെ വരയ്ക്കുക, മറ്റേത് 12ന് നേരെയും 8 മണി. ഇനി 9 മണിയാണെങ്കിൽ ഇവിടുന്ന് നേരെ മുന്നോട്ട് പോവുക, 9 മണി. സിമ്പിളല്ലേ മക്കളെ. അപ്പം അതും പഠിച്ചു. ഓക്കെ, ഇനി ഒരൊറ്റ കാര്യം കൂടി അറിഞ്ഞാൽ മക്കൾക്ക് ക്ലോക്ക് നോക്കിയിട്ട് ഈസി ആയിട്ട് സമയം പറയാം. ഓക്കെ, നോക്കിക്കേ മക്കളെ, നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞു 2 മണി അല്ലേ. അപ്പോൾ നമ്മുടെ മണിക്കൂർ സൂചി ഇവിടെ 2ന് നേരെയും മിനിറ്റ് സൂചി ഇവിടെ 12ന് നേരെയായിരുന്നു അല്ലേ. 3 മണി എന്ന് പറയുന്ന സമയത്ത് മിനിറ്റ് സൂചിക്ക് മാറ്റമൊന്നുമില്ല, മിനിറ്റ് സൂചി അവിടെ തന്നെയാണ്. 4 മണി എന്ന് പറഞ്ഞാൽ മിനിറ്റ് സൂചി 12ന് മേലെയാണ്. 5 മണി എന്ന് പറഞ്ഞാൽ മിനിറ്റ് സൂചി 12ന് മേലെയാണ്. ഇനി 12 മണി എന്ന് പറഞ്ഞാൽ മിനിറ്റ് സൂചി എവിടെ ഉണ്ടാവുള്ളൂ, 12ന് മുകളിലാണ്. മക്കളെ മിസ് ചോദിക്കട്ടെ, മിനിറ്റ് സൂചിനെ ഒന്ന് മിസ് അവിടെ നിന്ന് മാറ്റാൻ പോവാം. മണിക്കൂർ സൂചി ഇവിടെ 3ന് നേരെ. അപ്പോൾ 3 മണി അല്ലേ, 3 എന്തായാലും ഉണ്ട് എന്നുള്ളത് നമുക്ക് കൺഫേം ആല്ലേ. മണിക്കൂർ സൂചി 3ന് നേരെയാണ്. ഓക്കെ, മിനിറ്റ് സൂചി മിസ് 12ന് നേരെ വരയ്ക്കുകയാണെങ്കിൽ എത്രയാണ് സമയം, 3 മണിയാണ്. മിസ് 12ൽ വരച്ചിട്ടില്ല, ഒരനക്കം എന്നിത് ഇങ്ങോട്ട് നീട്ടിയിട്ട് 1ന് നേരെ എന്ത് വരച്ചു, മിനിറ്റ് സൂചി വരച്ചു. ഇപ്പം എത്രയാണ് മക്കളെ സമയം, 3 മണിയാണോ? 3 മണിയല്ല. കാര്യം എന്താണ്, മിനിറ്റ് സൂചി 12ലല്ല ഉള്ളത്, അതുകൊണ്ട് 3 മണിയല്ല, 3 എത്രയോ ആണ് അല്ലേ. അപ്പോൾ 3 മണിയും എത്ര മിനിറ്റാണ് എന്നതാണ് നമ്മൾ സമയം എഴുതുമ്പോൾ എഴുതുക. എത്ര മിനിറ്റാണ് മക്കളെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12 കഴിഞ്ഞ് ഒരു വരയിലേക്ക് വരുന്ന സമയത്ത് ഒന്നാമത്തെ വരയിലാകുമ്പോൾ ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, 1-ലെത്തുമ്പോൾ എന്താവും 5. അപ്പോൾ എന്താണ്, 3 മണിയും 5 മിനിറ്റുമാണ്. 3, 5 അല്ലേ, 3 മണിയും 5 മിനിറ്റുമാണ് എന്ത്, ക്ലോക്കിലെ ടൈം എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ഇനി ഒന്നുകൂടി നോക്കിക്കേ, നമ്മുടെ ക്ലോക്കിലെ സൂചി അവർ ഹാൻഡ് 6ന് നേരെയാണ്, നമ്മുടെ മിനിറ്റ് ഹാൻഡ് എന്ത് ചെയ്തു 4ന് നേരെയാണുള്ളത്. ഇപ്പം എത്രയാണ് മക്കളെ സമയം, ഒന്ന് നോക്കി പറഞ്ഞേ. ഇപ്പം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു ക്ലോക്ക് നോക്കിയിട്ട് ഇപ്പോൾ സമയം പറയാനായിട്ട് പറ്റും. എത്രയാണ് മക്കളെ, മണിക്കൂർ സൂചി 6ന് നേരെയാണ്, മിനിറ്റ് സൂചി 4ന് നേരെയാണ്. 4ന് നേരെയാകുമ്പോൾ എത്രയാണ് മക്കൾ, 20 വരിക. ഇവിടെ 5, ഇവിടെ 10, ഇവിടെ 15, ഇവിടെ എത്തുമ്പോൾ 20 വരിക. അപ്പോൾ എത്രയാണ് മക്കളെ വരിക, 6:20 അല്ലേ. 6 മണിക്കൂറും 20 മിനിറ്റും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ, 6 മണിക്കൂറും 20 മിനിറ്റും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളല്ലേ. ഇനി ഇതിപ്പോൾ 4 മാറിയിട്ട് 8ൻ്റെ അടുത്തേക്കാണെങ്കിൽ എത്രയാണ് വരിക, 6:40 വരിക. കാര്യം 8ന് നേരെ ആവുന്ന സമയത്ത് എത്ര മിനിറ്റാണ്, 40 മിനിറ്റാണ്. അവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, 6:40 എന്ന് പറയുമ്പോൾ ഈ സൂചി കറക്റ്റ് 6ന് നേരെ വരില്ല. 6ൻ്റെയും 7ൻ്റെയും ഏകദേശമൊക്കെ ഇങ്ങനെ നടുവിലായിട്ടാണ് എന്ത് ചെയ്യുക, ആ സൂചി വരിക. അത് മക്കളെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, അത് നമുക്ക് വഴിയെ പഠിക്കാം. ഓക്കെ മക്കളെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ക്ലോക്ക് തന്നാൽ ഏകദേശം നോക്കി സമയം കണ്ടെത്താനായിട്ട് മക്കൾക്ക് കഴിയുമല്ലോ. ഓക്കെ, എല്ലാ കൂട്ടുകാർക്കും കഴിയും. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നമ്മുടെ വർക്ക്ഷീറ്റിലോട്ട് പോവാം അല്ലേ. വർക്ക്ഷീറ്റിൽ കലണ്ടർ ഗെയിംസ് എന്നുള്ള ചാപ്റ്റർ കേട്ടോ, 9ാമത്തെ യൂണിറ്റ്. നോക്കിക്കാം മക്കളെ, അതിൽ നമ്മുടെ ആദ്യത്തെ വർക്ക്ഷീറ്റ് വരുന്നത് ഏതാണ്, ഓൺ ദി ക്ലോക്ക് എന്നതാണ് കേട്ടോ. ഏതാണ് മക്കളെ, ഓൺ ദി ക്ലോക്ക് എന്നുള്ളതാണ്. മലയാളം മീഡിയത്തിലോട്ട് വരുമ്പോൾ നോക്കിക്കേ, ക്ലോക്കിൽ എഴുതാം എന്നുള്ള പ്രവർത്തനമാണ് നമുക്ക് ആദ്യം വരുന്നത് കേട്ടോ, ക്ലോക്കിൽ എഴുതാം എന്നുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ നോക്കിക്കേ, കൂട്ടുകാർക്ക് അവിടെ എന്ത് തന്നിട്ടുണ്ട്, ഒരു ക്ലോക്കിൻ്റെ ചിത്രം തന്നിട്ടുണ്ട് അല്ലേ. അപ്പം മക്കളടുത്ത് പറഞ്ഞത് ആ ഒരു ക്ലോക്കിൽ വിട്ടുപോയിട്ടുള്ള സംഖ്യകൾ എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ.
ക്ലോക്കിൽ വിട്ടു പോയിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ദി മിസ്സിംഗ് നമ്പേഴ്സ് ഓൺ ദി ക്ലോക്ക്. എന്താ മക്കളെ പറഞ്ഞത്? റൈറ്റ് ദി മിസ്സിംഗ് നമ്പേഴ്സ് ഓൺ ദി ക്ലോക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ക്ലോക്ക് ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടല്ലേ ഉള്ളൂ മക്കളെ. ക്ലോക്കിൽ ഏത് മുതൽ ഏത് വരെയുള്ള നമ്പേഴ്സ് ഉണ്ടായിരിക്കും? 1 മുതൽ 12 വരെയുള്ള നമ്പേഴ്സാണ് ഇവിടെ ഉണ്ടാവുക. ക്ലോക്കിൽ ഉണ്ടാവുക അല്ലേ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് നമ്പേഴ്സ് എഴുതാം. അവിടെ നമുക്ക് ഏതൊക്കെ തന്നിട്ടുണ്ട്? യെസ്, 12 തന്നിട്ടുണ്ട്, 3 തന്നിട്ടുണ്ട്, 6 തന്നിട്ടുണ്ട്, 9 തന്നിട്ടുണ്ട് അല്ലേ. ഇത്രയും നമ്പേഴ്സ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കതിൽ വിട്ടുപോയിട്ടുള്ള നമ്പേഴ്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത് മക്കളെ. നോക്കിക്കേ, ആദ്യം ഏത് വരും? 12 കഴിഞ്ഞിട്ട് നമ്മൾ ഏതാണ് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് നമ്പർ 1, ദെൻ 2, 3 അവിടെ ഉണ്ട്, 4, 5, 6 നമുക്ക് തന്നിട്ടുണ്ട്, 7, 8, 9 തന്നിട്ടുണ്ട്, 10, 11, 12 നമുക്കവിടെ തന്നിട്ടുണ്ട്. ഇതെല്ലായിരുന്നു മക്കളെ നമ്പേഴ്സ് നമ്മൾ പഠിച്ചു അല്ലേ. ഓക്കെ, ഇനി കൂട്ടുകാർക്ക് അവിടെ പറഞ്ഞിട്ടുള്ളത് എന്താ നോക്കിക്കേ. ഡ്രോ ദി മിസ്സിംഗ് ഹാൻഡ് ടു ഷോ 4 o'clock. എന്താണ് മക്കളെ പറഞ്ഞത്? ഡ്രോ ദി മിസ്സിംഗ് ഹാൻഡ് ടു ഷോ 4 o'clock. നമ്മൾ പറഞ്ഞു അല്ലേ എങ്ങനെയാണ് സമയം വരയ്ക്കുക എന്നുള്ളത് നമുക്കറിയാം അല്ലേ. ക്ലോക്ക് നോക്കിയിട്ട് സമയം നോക്കാനായിട്ട് നമ്മൾ പഠിച്ചല്ലോ മക്കളെ. അപ്പോൾ എന്താണ് മക്കളടുത്ത് പറഞ്ഞത്? മുകളിലുള്ള ക്ലോക്കിൽ സൂചി വരച്ച് 4 മണി അടയാളപ്പെടുത്താനാണ് പറഞ്ഞത് കേട്ടോ. എത്രയാണ്? 4 മണി. 4 o'clock നമ്മുടെ ക്ലോക്കിൽ സൂചി വരച്ചിട്ട് മക്കളടുത്ത് അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, നമുക്കിപ്പോൾ അറിയാം അല്ലേ ഏത് സൂചിയാണ് നമുക്കവിടെ തന്നിട്ടുള്ളത്? യെസ്, മിനിറ്റ് ഹാൻഡ് തന്നിട്ടുണ്ട് അല്ലേ. മിനിറ്റ് സൂചി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് സൂചിയാണ് വേണ്ടത്? മണിക്കൂർ സൂചിയാണ് വേണ്ടത് അല്ലേ. ഓക്കെ, അപ്പോൾ മണിക്കൂർ സൂചി നമ്മൾ വരയ്ക്കണം അല്ലേ. എത്രയാണ് സമയം നമ്മുടെ അടുത്ത് പറഞ്ഞത്? 4 o'clock ആണല്ലേ, 4 മണിയാണ്. അപ്പോൾ മണിക്കൂർ സൂചി എവിടെ വരയ്ക്കണം മക്കളെ? യെസ്, 4ന് നേരെ വേണം വരയ്ക്കാനായിട്ട്. 4ന് നേരെ എന്ത് ചെയ്യുക മക്കള്? മണിക്കൂർ സൂചി വരയ്ക്കുക. ഇപ്പം എത്രയാണ് മക്കളെ ക്ലോക്കിലുള്ള സമയം എന്ന് പറയുന്നത്? എത്രയാണ്? യെസ്, 4 o'clock ആണ്, 4 മണിയാണ് അല്ലേ. നമ്മൾ പഠിച്ചതാണല്ലേ. ഈസി ആയിട്ട് മക്കൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ ക്ലോക്കിലെ നമ്പേഴ്സ് നമ്മൾ എഴുതി, ക്ലോക്കിൽ നമ്മളൊരു സമയവും വരച്ച് ചേർത്തു അല്ലേ, സൂചിയും വരച്ച് ചേർത്തു. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള പ്രവർത്തനമൊക്കെ മക്കൾക്ക് നിങ്ങളുടെ എക്സാമിന് ഉണ്ടായിരിക്കും കേട്ടോ. ഇതുപോലെ ക്ലോക്ക് തന്നിട്ട് ക്ലോക്കിൽ സമയം വരയ്ക്കാനോ അല്ലെങ്കിൽ ഒരു ക്ലോക്കിൽ സമയം തന്നിട്ട് എത്രയാണ് സമയം എഴുതാനും എന്നുള്ളതായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂട്ടുകാരുടെ എക്സാമിന് ചോദിക്കും. ഓക്കെ മക്കളെ, എങ്കിൽ നമുക്ക് അടുത്തൊരു ഭാഗത്തോട്ട് പോവാം. നോക്കിക്കേ, ഡ്രോ എ ഹാൻഡ് ടു ഷോ ദി ടൈം. എന്താണ് മക്കളെ പറഞ്ഞത്? ഡ്രോ എ ഹാൻഡ് ടു ഷോ ദി ടൈം. അനു വോക്ക് അപ്പ് അറ്റ് 6 o'clock ഇൻ ദി മോർണിംഗ്. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ മലയാളം മീഡിയത്തിലോട്ട് വരുമ്പോൾ നോക്കിക്കേ, സൂചി വരച്ച് ക്ലോക്കിൽ സമയം അടയാളപ്പെടുത്തൂ എന്നതാണ്. എന്താണ് മക്കളെ? സൂചി വരച്ച് ക്ലോക്കിൽ സമയം അടയാളപ്പെടുത്തൂ എന്നതാണ്. അനു രാവിലെ 6 മണിക്ക് ഉണരുന്നു. അപ്പോൾ അനു ഉണരുന്ന ഒരു സമയമാണ് നമ്മൾ വരയ്ക്കേണ്ടത് അല്ലേ. 6 മണി എന്ന് പറയുന്ന സമയത്ത് മിനിറ്റ് സൂചി എവിടെയായിരിക്കും മക്കളെ? മിനിറ്റ് ഹാൻഡ് എവിടെയായിരിക്കും? 12ന് മുകളിലായിരിക്കും അല്ലേ. അത് നമ്മൾ പറഞ്ഞു. 1 മണിക്ക് മിനിറ്റ് ഹാൻഡ് 12ന് മുകളിൽ, 2 മണിയാണെങ്കിൽ മിനിറ്റ് ഹാൻഡ് 12ന് മുകളിൽ, 3 മണിയാണെങ്കിലും മിനിറ്റ് സൂചി 12ന് മുകളിൽ, 4 മണിയാണെങ്കിലും മിനിറ്റ് സൂചി 12ന് മുകളിൽ. അങ്ങനെ പോയി 12 മണിയാവുകയാണെങ്കിൽ മിനിറ്റ് സൂചി എവിടെ തന്നെയായിരിക്കണം? മിനിറ്റ് സൂചി എവിടെ തന്നെയായിരിക്കണം? 12ന് മുകളിൽ തന്നെയായിരിക്കണം അല്ലേ മക്കളെ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ 6 മണിയാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ മിനിറ്റ് സൂചിയും അതുപോലെ തന്നെ മണിക്കൂർ സൂചിയും നമ്മൾ വരയ്ക്കണം. മിനിറ്റ് ഹാൻഡ് നമുക്ക് ഓൾറെഡി അവിടെ 12ന് നേരെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ എന്ത് വരച്ചാൽ മതി മക്കളെ? അവർ ഹാൻഡ് വരച്ചാൽ മതി അല്ലേ. മണിക്കൂർ സൂചി വരച്ചാൽ മതി. 6 മണി, 6 o'clock ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതുകൊണ്ട് തന്നെ മണിക്കൂർ സൂചി നമ്മൾ ഇവിടെ വരയ്ക്കണം. 6ന് നേരെ വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, അവിടെ നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്തൊരു ശ്രദ്ധിക്കണം മക്കളെ? മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയുടെയും ഒരു ലെങ്ത് വ്യത്യാസം ഉണ്ട് അല്ലേ. മിനിറ്റ് സൂചിയാണ് നീളം കൂടിയത്, മണിക്കൂർ സൂചി നീളം കുറവാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിക്കേ മക്കളെ, അടുത്തത് എന്താണ്? ഡ്രോ എ ഹാൻഡ് ടു ഷോ എ ടൈം ബിറ്റ്വീൻ 6 o'clock and 8 o'clock. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? 6 മണിക്കും 8 മണിക്കും ഇടയിൽ വരുന്ന സമയം സൂചി വരച്ച് അടയാളപ്പെടുത്തു. 6 മണിക്കും 8 മണിക്കും അല്ലേ. 6 മണിക്കും 8 മണിക്കും ഇടയിൽ വരുന്ന സമയം എത്രയാണ് മക്കളെ? ഏത് വരും? 7 മണി അല്ലേ. 7 o'clock. 7 നേരം വരച്ചാൽ മതി. ഇനി അടുത്തത്, അനു രാവിലെ ഭക്ഷണം കഴിച്ച സമയമാണ് എന്ത്? 8 മണി, 8 o'clock. അപ്പോൾ നമ്മൾ ഇവിടെ വരയ്ക്കണം അവർ ഹാൻഡിൽ, അതായത് കുറച്ച് നീളം കുറഞ്ഞ സൂചി 8ന് നേരെ വരയ്ക്കണം. മിനിറ്റ് സൂചി 12ന് നേരെ വരയ്ക്കണം.
ഓക്കെ ആണോ മക്കളെ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, അടുത്തത് എന്താണ് വരുന്നത്? ക്ലാസ്സസ് എൻഡ് അറ്റ് 4 o'clock ഇൻ ദി ഈവനിങ് ഇൻ അനൂസ് സ്കൂൾ. അനുവിൻ്റെ സ്കൂളിൽ ക്ലാസ് അവസാനിക്കുന്നത് 4 മണിക്കാണ്. അതാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? ക്ലോക്കിൽ വരയ്ക്കേണ്ടത് അല്ലേ? എത്രയാണ് സമയം വരയ്ക്കേണ്ടത്? 4 മണിയാണ് വരയ്ക്കേണ്ടത്. വൈകുന്നേരം 4 മണി. അപ്പോൾ 4 നേരെ നമ്മുടെ മണിക്കൂർ സൂചി വരച്ചു. മിനിറ്റ് സൂചി എവിടെ തന്നെയാണ് മക്കളെ? സ്റ്റിൽ 12 തന്നെയാണ് അല്ലേ? 12 തന്നെയാണ് മിനിറ്റ് സൂചി ഉള്ളത്. ഓക്കെ, ഇനി അടുത്ത് നമ്മുടെ അനു ഉറങ്ങാൻ പോകുന്ന സമയം രാത്രി 9 മണിയാണ് അല്ലേ? 9 o'clock ആണ് അനു എന്ത് ചെയ്യുന്നത്? ഉറങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ 9 മണി വരയ്ക്കാൻ മണിക്കൂർ സൂചി 9 നേരെയും മിനിറ്റ് സൂചി 12 നേരെയും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? എല്ലാവരും ചെയ്യലോ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം വന്നാൽ? ഓക്കെ, എങ്കിൽ മക്കൾക്ക് മിസ് 2 ഹോംവർക്ക് തരാം. എല്ലാ കൂട്ടുകാരും എന്ത് ചെയ്യണം? നിങ്ങളുടെ നോട്ട്ബുക്കിൽ 3 മണി 3 o'clock അതുപോലെ തന്നെ 3 മണിയും പിന്നെ നിങ്ങൾ വരയ്ക്കേണ്ടത് 10 മണി. ഈ 2 സമയം മക്കൾ എന്ത് ചെയ്യും? 2 ക്ലോക്കുകൾ വരച്ചിട്ട് അതിൽ അടയാളപ്പെടുത്തിയിട്ട് മിസ്സിന് ഫോട്ടോ കൊടുത്തിട്ട് അയച്ചു തരണം. എല്ലാ കൂട്ടുകാരും ചെയ്യില്ല. 3 മണിയും 10 മണിയും നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പേപ്പറിൽ വരയ്ക്കുക, അത് ഫോട്ടോ കൊടുത്തിട്ട് മിസ്സിന് അയക്കുക. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ഭാഗത്തോട്ട് പോവാം. ഡ്രോ ഇൻ ഓർഡർ എന്നതാണ് നമ്മുടെ അടുത്ത വർക്ക്ഷീറ്റ് കേട്ടോ. എന്താണ് മക്കളെ? ഡ്രോ ഇൻ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? ക്രമത്തിൽ വരയ്ക്കാം എന്നതാണ് അടുത്ത നമ്മുടെ പ്രവർത്തനം വരുന്നത് കേട്ടോ. ക്രമത്തിൽ വരയ്ക്കാം എന്നുള്ളത്. അപ്പോൾ നോക്കിക്കാം മക്കളെ, അവിടെ കുറേ ക്ലോക്ക്, അതിൽ കുറേ ടൈംസും നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ആദ്യം എത്രയാണ് തന്നിട്ടുള്ളത്? നമ്മുടെ മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും ഏത് സംഖ്യയുടെ മുകളിലാണ് മക്കളെ? 12ന് മുകളിലാണല്ലേ? അപ്പോൾ എത്രയാണ് സമയം? 12 o'clock ആണ് അല്ലേ? 12 മണിയാണ്. ഇനി അടുത്തത് നോക്കിക്കേ, നമ്മുടെ അവർ ഹാൻഡ് എവിടേക്ക് പോയി? 1 നേരെ പോയി. മിനിറ്റ് സൂചി എവിടെയാണ്? സ്റ്റിൽ 12 തന്നെ. അപ്പോൾ എത്രയാണ് മക്കളെ സമയം? യെസ്, 1 മണി അല്ലേ? 1 o'clock ആണ്. ദെൻ അടുത്തത് നമ്മുടെ മണിക്കൂർ സൂചി 2ലേക്ക് പോയി. മിനിറ്റ് സൂചി 12 ആണ് അല്ലേ? അപ്പോൾ എത്രയാണ് സമയം മക്കളെ? 2 മണിയാണ് അല്ലേ? 2 o'clock ആണ് വരിക കേട്ടോ. ഇനി അടുത്തത്, അപ്പോൾ ആദ്യം നമ്മൾ 12 മണി കഴിഞ്ഞു, പിന്നെ 1 മണി കഴിഞ്ഞു, 2 മണി കഴിഞ്ഞു അല്ലേ? നമ്മളോട് ക്രമത്തിൽ വരയ്ക്കാനല്ലേ പറഞ്ഞത്? 2 മണി കഴിഞ്ഞാൽ എത്ര വരും? 3 മണി, 4 മണി, 5 മണി, 6 മണി, 7 മണി, 8 മണി, 9 മണി, 10 മണി, പിന്നെ ഏത് വരും? 11 മണി. അങ്ങനെയല്ലേ മക്കളെ വരിക? അപ്പോൾ നമ്മൾ 1 മണിയും 2 മണിയും വരച്ചു അല്ലേ? 1 o'clock 2 o'clock വരച്ചു. അടുത്തത് 3 o'clock അല്ലേ വരിക? അങ്ങനെ ആവുന്ന സമയത്ത് നമ്മുടെ അവർ ഹാൻഡ് നീളം കുറഞ്ഞ സൂചി എവിടെ വരും മക്കളെ? പറഞ്ഞ് 3ന് നേരെ വരും അല്ലേ? ഇനി അടുത്ത 3 o'clock കഴിഞ്ഞ് 4 o'clock ആകുമ്പോൾ 4ന് നേരെ വരും. മറ്റേത് 12 തന്നെ. ഇനി 4 മണി കഴിഞ്ഞാൽ 5 മണിയല്ലേ? അവിടെ നമ്മൾ അവർ ഹാൻഡ് 5ന് നേരെ വരും അല്ലേ? നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. മിനിറ്റ് സൂചി എവിടെ വരും? 12 തന്നെ. ശരിയാണ് മക്കൾ പറഞ്ഞത്. ഇനി അടുത്ത നോക്കിക്കേ, 5 മണി കഴിഞ്ഞാൽ ഏത് വരും? 6 മണി വരും. അപ്പോൾ നമ്മുടെ അവർ ഹാൻഡ് 6ന് നേരെ വരും. മിനിറ്റ് ഹാൻഡ് 12ന് നേരെ വരും. ഇനി അടുത്തത് 6 മണി കഴിഞ്ഞാൽ പിന്നെ ഏത് വരും? 7 മണിയാണ്. നമ്മുടെ അവർ ഹാൻഡ് 7ന് നേരെയും മിനിറ്റ് ഹാൻഡ് 12ന് നേരെയും വരും. ഇനി 8 മണിയിലെ 8 മണിയാകുന്ന സമയത്ത് മണിക്കൂർ സൂചി 8ന് നേരെയും മിനിറ്റ് സൂചി 12ന് നേരെയും. അടുത്തത് ഏതാണ് മക്കളെ വരിക? 9 മണിയാണ്. മണിക്കൂർ സൂചി ഇവിടേക്കും മിനിറ്റ് സൂചി 12ലോട്ടും. ഇനി അടുത്തത് 10 മണി, അത് നമുക്ക് തന്നു അല്ലേ? പിന്നെ ഏതാണ്? 11 മണിയാണ് വരിക. അപ്പം നമ്മുടെ അടുത്ത് 2 സൂചിയും തന്നിട്ടില്ല. 11 മണി എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ അവർ ഹാൻഡ് എന്തായാലും 11ന് നേരെയായിരിക്കും അല്ലേ? 11 മണിയാണല്ലോ. ഓക്കെ, അടുത്തത് മിനിറ്റ് ഹാൻഡ് എവിടെയായിരിക്കും? 12 തന്നെയാണല്ലേ? എവിടെയാണ്? 12 തന്നെയാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഇനി എല്ലാ കൂട്ടുകാരും ഏതൊരു ക്ലോക്കിൽ സമയം തന്നാലും ഇതുപോലുള്ള സമയം തന്നാലും നോക്കി പറയില്ലേ? നമ്മൾ ഏകദേശമൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഇനി കുറച്ച് കാര്യങ്ങളൂടെയൊക്കെ പഠിച്ചാൽ നമ്മളെന്താവും? ക്ലോക്ക് നോക്കിയിട്ട് നല്ല ഈസി ആയിട്ട് സമയം പറയാനായിട്ട് ഓക്കെ ആവും. അപ്പം നമുക്ക് ഇനി മറ്റൊരു വർക്ക്ഷീറ്റിലോട്ട് പോവാം. നോക്കിക്കേ മക്കളെ, ഇനി അടുത്തത് വട്ടമിടാം എന്നൊരു വർക്ക്ഷീറ്റാണ് കേട്ടോ. വട്ടമിടാം എന്നുള്ള വർക്ക്ഷീറ്റാണ്. റൗണ്ട് ഇറ്റ് എന്നുള്ള വർക്ക്ഷീറ്റ്. നോക്കിക്കേ മക്കളെ, സർക്കിൾ ദി ടൈം ദാറ്റ് ഈസ് 3 hours past the time given on the clock. എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത്? നോക്കിക്കേ, എന്താണ്? ക്ലോക്കിലെ സമയത്തിൽ നിന്ന് 3 മണിക്കൂർ കഴിഞ്ഞ് വരുന്ന സമയത്തിന് വട്ടമിടുക. ക്ലോക്കിൽ ഇപ്പോൾ എത്രയാണ് മക്കളെ സമയം? നമ്മുടെ അവർ ഹാൻഡ്, നമ്മുടെ മണിക്കൂർ സൂചി 6ന് നേരെയും മിനിറ്റ് സൂചി 12ന് നേരെയാണ് ഉള്ളത് അല്ലേ? ഓക്കെ, അപ്പം ഒരു സമയം കഴിഞ്ഞിട്ട് 3 മണിക്കൂർ കഴിഞ്ഞാലുള്ള സമയം എത്രയാണ് മക്കളെ?
6 മണിയല്ലേ ഉള്ളത്. 6 മണി എന്താവണം? 6 മണി 7 മണി ആവാൻ എത്ര മണിക്കൂറാണ്? 1 ഹവറാണ് അല്ലേ. 7 മണി 8 മണി ആവാൻ എത്രയാണ്? 1 ഹവറാണ്. 8 മണി 9 മണി ആവാൻ 1 ഹവറാണ് അല്ലേ. 1 + 1 + 1 എത്രയാണ്? 3. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. അപ്പം 3 മണിക്കൂർ കഴിഞ്ഞ് വരുന്ന സമയം ഏതായിരിക്കും മക്കളെ? ഏതായിരിക്കും? 9 മണിയായിരിക്കില്ല. ഏതാണ്? 9 മണിയായിരിക്കും. 6 മണി കഴിഞ്ഞിട്ട് 7 മണി 8 മണി 9 മണി അങ്ങനെ മക്കൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. ജസ്റ്റ് കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയാണ് മക്കളെ? 9 മണിക്കാണ് എന്ത് ചെയ്യുക? 9 മണിയാണ് എന്ത്? 3 മണിക്കൂർ കഴിഞ്ഞ് വരുന്ന സമയം എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അവിടെ തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. വാട്ട് വിൽ ബി ദി ടൈം ഇൻ ദി ക്ലോക്ക് ആഫ്റ്റർ 4 hours? ഡ്രോ ഇറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ മക്കളെ, കൂട്ടുകാർക്ക് അവിടെ ചിത്രത്തിൽ എന്ത് കാണാം? ഒരു ക്ലോക്ക് കാണാം അല്ലേ. ക്ലോക്കിൽ ടൈം തന്നത് കണ്ടോ? അപ്പോൾ ക്ലോക്കിലെ സമയത്തിൽ നിന്ന് 4 മണിക്കൂർ കഴിഞ്ഞാൽ എത്ര മണിയാകും? വരച്ച് ചേർക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം എത്രയാണ് നമ്മുടെ ക്ലോക്കിലുള്ള ടൈം എന്ന് പറയുന്നത്? 10 മണിയാണ് അല്ലേ. 10ന് നേരെയാണ് അവർ ഹാൻഡ് ഉള്ളത്. മിനിറ്റ് ഹാൻഡ് ആണെങ്കിൽ 12ന് നേരെയാണ്. അപ്പോൾ എത്രയാണ്? 10 മണി കഴിഞ്ഞ് ആണ് അല്ലേ. ഇനി അതിലേക്ക് നമ്മളോട് എന്താണ് പറഞ്ഞത്? 4 മണിക്കൂർ കഴിയണം അല്ലേ. അപ്പോൾ 10 മണി 11 മണിയാവണമെങ്കിൽ എത്ര മണിക്കൂർ? 1 മണിക്കൂർ. 11 മണി 12 മണിയാവണമെങ്കിൽ എത്ര മണിക്കൂറാണ്? 2 മണിക്കൂർ. 12 മണി അടുത്തത് 1 മണിയാവണമെങ്കിൽ 3 മണിക്കൂർ. 1 മണി 2 മണിയാവണമെങ്കിൽ എത്ര മണിക്കൂറാണ് മക്കളെ? 4 മണിക്കൂറാവും അല്ലേ. അപ്പം എത്രയാണ് സമയം വരെ? 4 മണിക്കൂർ കഴിഞ്ഞാലുള്ള സമയം 2 മണിയാണ്. മനസ്സിലായിട്ടുണ്ടോ മക്കളെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 10 മണി 11 മണിയാവണം അല്ലേ. അതിനെത്രയാണ് സമയം എടുക്കുക? എത്ര ടൈമാണ് എടുക്കുക? 1 ഹവറാണ് എടുക്കുക അല്ലേ. 1 മണിക്കൂർ എടുക്കും. ഇനി 11 മണി 12 മണിയാവാൻ വീണ്ടും 1 മണിക്കൂർ എടുക്കും. 12 മണി 1 മണിയാവാനായിട്ട് വീണ്ടും 1 മണിക്കൂർ എടുക്കും അല്ലേ. വീണ്ടും 1 ഹവർ എടുക്കും. ഇനി 1 മണി 2 മണിയാവാൻ വീണ്ടും എന്ത് ചെയ്തു? 1 ഹവർ എടുക്കും അല്ലേ. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നോക്കിക്കേ. 1 മണിക്കൂറും 1 മണിക്കൂർ 2 മണിക്കൂർ. ഇവിടെ 1 മണിക്കൂർ 1 മണിക്കൂർ 2 മണിക്കൂർ. ടോട്ടൽ എത്രയായി? 4 മണിക്കൂർ. മനസ്സിലായോ മക്കളെ? ഇനി ഇത് ഏതെങ്കിലും കൂട്ടുകാർക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വഴിയെ ഇനി നമ്മൾ എന്ത് ചെയ്യും? കുറേ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇത്രയും ഓർക്കുക. 7 മണിയിൽ നിന്ന് ഇപ്പം ഒരു സമയം മിസ് പറയട്ടെ. 7 o'clock ആണ്. 7 മണി 8 മണിയാവണമെങ്കിൽ എത്ര മണിക്കൂറാണ് അവിടെ ആവുക? 1 മണിക്കൂറാണ്. അതായത് നമ്മൾ അവർ ഹാൻഡ് എന്ത് ചെയ്യും? ഒരു പ്രാവശ്യം കറങ്ങി തിരിഞ്ഞ് വീണ്ടും സ്റ്റാർട്ട് ചെയ്ത പൊസിഷനിൽ എത്തുന്ന ടൈം. ഓക്കെ, അപ്പോൾ 8 മണിയായി അല്ലേ. 8 മണിയിലേക്ക് 8 മണി 9 മണിയാവണമെങ്കിൽ എത്ര മണിക്കൂറാണ്? 1 മണിക്കൂർ. 9 മണി 10 മണിയാവണമെങ്കിൽ എത്ര മണിക്കൂറാണ്? 1 മണിക്കൂർ. ഇനി 10 മണി 11 മണിയാവണമെങ്കിൽ 1 മണിക്കൂർ. 11 മണി 12 മണിയാവണമെങ്കിൽ എത്ര മണിക്കൂറാണ്? 1 മണിക്കൂർ. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. നമുക്ക് ക്ലോക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ഏകദേശം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്ക് മനസ്സിലായല്ലോ. ക്ലോക്കിലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് അതിലുള്ള സൂചികൾ ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ പിന്നെ കുറച്ച് സമയം നോക്കാനും മക്കൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. ഇനി നമ്മൾ വൈകാതെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിലെ ബാക്കി പ്രവർത്തനങ്ങളും നമ്മുടെ ടെക്സ്റ്റ് ബുക്കും ആക്ടിവിറ്റി ബുക്കിലെ ബാക്കി ആക്ടിവിറ്റീസും എല്ലാം വർക്കൗട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് കൂട്ടുകാർക്ക് കൃത്യമായിട്ട് ടൈമിന് നോക്കാനായിട്ട് മനസ്സിലാവും കേട്ടോ. ഏതൊരു ക്ലോക്ക് തന്നാലും അത് നോക്കിയിട്ട് സമയം കൃത്യമായിട്ട് പറയാനായിട്ട് കൂട്ടുകാർ ഓക്കെ ആയിരിക്കും. എല്ലാവരും ഓക്കെ ആണല്ലോ കൂട്ടുകാരെ? എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം.